So we are considering a particle in a box with one infinite potential barrier and one finite potential barrier. അല്ലേ? അപ്പോൾ നമ്മൾ അതാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി, ദ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി ബാരിയർ. ആ കേസാണ് നമ്മൾ പരിഗണിച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസാണ് പരിഗണിക്കാൻ പോകുന്നത്, കേസ് 2, that is the energy of the particle E is greater than the potential energy barrier. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകത്തുള്ളൂ. ഞാൻ റെപ്പറ്റീഷൻ എല്ലാം ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ പരിഗണിക്കുന്ന പാർട്ടിക്കിൾ ഇൻ ദ ബോക്സ് എന്ന് പറയും, ഹിയർ വി ഹാവ് എ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് ഹിയർ വി ഹാവ് എ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ, ദാറ്റ് ഈസ് V. Okay, so the particle is confined to move from V is equal to infinity to V, and now we consider that the energy of the particle E is greater than this potential barrier V. Okay, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അനുസരിച്ച് നമ്മളെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? We should expect that this particle with a greater energy should hit the barrier and cross the barrier and continue like that, അല്ലേ? അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എന്നാൽ ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. കാരണം ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകും, ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടുകളെല്ലാം വളരെ രസകരമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലെസ് ദാൻ വി ആണ് നമ്മൾ നോക്കിയത്, അല്ലേ? എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്? പാർട്ടിക്കിൾ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് ബൗൺസ് ചെയ്യും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ കണ്ടത് എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടിൽ നമ്മൾ കണ്ടത് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പെനിട്രേഷൻ കൂടി നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. അതുപോലെയുള്ള രസകരമായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട്സ് ഒക്കെ നമ്മൾ ഈ കേസിന് ചിലപ്പോൾ കണ്ടേക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹിയർ ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ V. അപ്പം നമ്മൾ റീജിയൻ 1 വേണ്ടിയുള്ള ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഞാനൊന്ന് എഴുതുകയാണ്. ദിസ് ഈസ് റീജിയൻ 1. ഹിയർ V is equal to 0 in region 1. And this is region 2. Here potential energy is V. Okay, region 2. അപ്പോൾ region 1 വേണ്ടിയുള്ള ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. region 1. The Schrodinger wave equation is d square psi 1 divided by dx square plus 8 pi square m e by h square into psi 1 is equal to 0. This is the Schrodinger wave equation for region 1. And we already know the solution for this one. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. The solution is psi 1 is equal to a sin k1x plus b cos k1x, where k1 square is equal to, what is k1 square? K1 square is equal to 8 pi square me divided by h square. This is k1 square. Okay, and for region 2, we have the Schrodinger wave equation, that is d square psi 2 divided by dx square plus 8 pi square m by h square into e minus v into psi 2 is equal to 0. This is our Schrodinger wave equation. Okay, here we have the total energy term and also the potential energy term. Okay, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ E എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുതലാണ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പരിഗണിക്കുന്നത്. Therefore E minus V will be a positive quantity. നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ടത് E minus V എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല, E minus V ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് 8 pi square m by h square into E minus V എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ പരിഗണിക്കാം? d square psi 2 divided by dx square plus k square psi 2 is equal to 0 എന്ന് പരിഗണിക്കാം, അല്ലേ? where this is k2 square is equal to 8 pi square m
by h square into E minus V. നമ്മൾ തൊട്ട് മുമ്പത്തെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അവിടെ നമ്മൾ K2 സ്ക്വയർ എന്ന് എടുത്തത് എന്താണ് 8 പൈ സ്ക്വയർ ബൈ h സ്ക്വയർ V മൈനസ് ഇ ആണ് നമ്മൾ K2 സ്ക്വയർ ആയിട്ട് എടുത്തത്. കാരണം അത് V മൈനസ് ഇ കൊടുക്കുമ്പോഴേ അത് ക്വാണ്ടിറ്റി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. Therefore, we can write d square psi 2 by ds square plus K2 square psi 2 is equal to 0. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ട സൊല്യൂഷൻ്റെ സമാനമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അതല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെയല്ല കണ്ടത്, അവിടെ മൈനസ് K2 സ്ക്വയർ psi 2 is equal to 0 എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് സൊല്യൂഷന് ഫോമിന് വ്യത്യാസം ഉണ്ടായിരുന്നു. Therefore, in this case, the solution psi 2 is equal to നമുക്ക് എങ്ങനെ എഴുതാം C sin K2x plus d cos K2x എന്ന് എഴുതാം അല്ലേ. C sin K2x plus d cos K2x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസിലും സിമിലർ ആയിട്ടുള്ള സൊല്യൂഷൻ ആണുള്ളത്. ഇനി നമുക്കിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എഴുതാനും അറിയാം. ദ എക്സ്പൊണൻഷ്യൽ ഫോംസ്. ഓക്കെ, വാട്ട് ആർ ദ എക്സ്പൊണൻഷ്യൽ ഫോംസ്? psi 1 is equal to a dash exponential ik1x plus b dash exponential minus ik1x. Okay, and exponential form of psi 2 is equal to c dash exponential ik2x plus d dash exponential minus ik2x. നിങ്ങൾ നോക്കുക, നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിലെ psi 2ൻ്റെ എക്സ്പ്രഷനും ഇവിടുത്തെ psi 2ൻ്റെ എക്സ്പ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഇമാജിനറി ടേം i ഉണ്ട് അല്ലേ. കഴിഞ്ഞ കേസിൽ അതല്ലായിരുന്നു. psi 2 is equal to c dash exponential k2x plus d dash exponential minus k2x എന്നായിരുന്നു. i എവിടെ ഇല്ലായിരുന്നു, ഇവിടെ i ടേം കൂടിയുണ്ട്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ psi 2ൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ ഡിഫറൻ്റ് ആണ് കഴിഞ്ഞ കേസിലേക്കാൾ. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദ ബിഹേവിയർ ഓഫ് psi 2 ഇൻ ഡീറ്റെയിൽ. ഈ psi 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബിഹേവിയർ നമ്മളൊന്ന് കാര്യമായിട്ട് പരിഗണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമെന്ന് പറയുന്നത് psi 2. ആ psi 2-നകത്ത് സൈൻ ആൻഡ് കൊസൈൻ ടേംസ് ഉണ്ടല്ലേ. psi 2ൻ്റെ ട്രിഗ്നോമെട്രിക് ഫോം നോക്കിയാൽ മതി. c sin K2x plus d cos K2x ആണ് അതിൻ്റെ psi 2ൻ്റെ ട്രിഗ്നോമെട്രിക് ഫോം എന്ന് പറയുന്നത്. അത് സൈൻ ആൻഡ് കൊസൈൻ ടേംസ് ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സൈൻ ടേംസ് ഉണ്ടെങ്കിൽ കൊസൈൻ ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓസിലേറ്ററി ഫംഗ്ഷൻ ആണെന്ന് അർത്ഥം. ഓസിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു 0യിലേക്ക് വരുന്നു, പിന്നെ അടുത്ത ഡയറക്ഷനിലേക്ക് വളരുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ. സോ ഇറ്റ് ഗോ ഓൺ ഓസിലേറ്റ് വിത്ത് എ ഡെഫിനിറ്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ psi 2 എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റിംഗ് ഫംഗ്ഷനാണ്. നമ്മൾ ഈ സിയുടെയും ഡിയും ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പം ഈ സിയും ഡിയും നമ്മൾ ആസ് ഫാർ ആസ് വി കീപ് ദ സി ആൻഡ് ഡി ആസ് കോൺസ്റ്റൻസ്. ഓക്കെ, ഈ psi 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ എത്ര തന്നെ എക്സ് വലുതായാലും, എക്സിൻ്റെ വാല്യൂ എത്ര തന്നെ തുറന്നു പോയാലും, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ നമ്മൾ എത്ര എക്സ് പരിഗണിച്ചാലും ഇതെന്തായിരിക്കും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാത്ത ഒരു ഓസിലേറ്ററി ഫംഗ്ഷനായിട്ടായിരിക്കും ഈ psi 2 ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, നമ്മൾ സൈൻ ഫംഗ്ഷൻ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ എക്സിൻ്റെ വാല്യൂ മാറ്റിയാലും എന്ത് ചെയ്യുന്നില്ല, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ വാല്യൂ ഇതുപോലെ തന്നെ, ഈ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഓസിലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ psi 2 എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ഫംഗ്ഷനാണ്. ഈവൻ ഇഫ് we are not changing the values of c and d. Okay, c and d arbitrary constants ആണ് അല്ലേ. അതുകൊണ്ട് as far as c and d are not changed, then psi 2 will remain as an oscillatory function and its amplitude will remain constant over the entire range of possible x അല്ലേ. അപ്പം അതാണ് ഈ psi 2ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റി ആവുന്ന കേസ്, അതായത് എക്സിൻ്റെ വാല്യൂ എത്ര ഉയർന്നു എന്ന് പറഞ്ഞാൽ even if x tends to infinity, then also you will see a non-zero amplitude അല്ലേ. അപ്പോൾ ഇതൊരു നോൺ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തുറന്നുകൊണ്ടേ പോകും, ഈവൻ ഇഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ വിത്ത് റിഗാർഡ് ടു psi 2.
അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്താ, ഒരു ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു എൻ്റയർ റേഞ്ചിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണ്. ആ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണെന്നപ്പോഴാണ് നമ്മളതിനെ നോർമലൈസ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുന്നത് അല്ലേ. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റേഞ്ച് പരിഗണിച്ച് കഴിഞ്ഞാലും ആ വാല്യൂ പിന്നെയും ആ വാല്യൂവിന് ചേഞ്ച് ഒന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാകാതെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണിത്. സോ Psi2 cannot be നോർമലൈസ്ഡ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി നമ്മൾ പരിഗണിക്കാൻ പോവുകയാണ്. കണ്ടിന്യൂറ്റി കണ്ടീഷൻ. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ റീജിയൻ 2-ൽ ഈ റീജിയൻ 2-ൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്തിട്ടല്ലേ ഇത് റീജിയൻ 2-ലേക്ക് വരുന്നത്. ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ അത് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്തതിന് ശേഷമാണ് അത് റീജിയൻ 2-ലേക്ക് വരുന്നത്. ഈ റീജിയൻ 2-ലേക്ക് വരുന്ന പാർട്ടിക്കിൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ്. നമ്മുടെ ഈ പിക്ചറിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ് അല്ലേ. ഇനി ഇതിനെ എന്തെങ്കിലും രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒക്കുമോ? റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഏതെങ്കിലും ഒരു ബാരിയറിനെ ഹിറ്റ് ചെയ്യണം, എങ്കിലേ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒക്കുള്ളൂ അല്ലേ. സോ ബട്ട് ദർ ഈസ് നോ അതർ ബാരിയർ. സോ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ദർ ഈസ് നോ അതർ ബാരിയർ ആൻഡ് ദർ ഈസ് നത്തിങ് ടു കോസ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. അപ്പോൾ Psi2ൻ്റെ റിഫ്ലക്ഷൻ കോസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ ഇവിടെ ഇല്ല അല്ലേ. പക്ഷേ നമ്മൾ ഈ Psi2ൻ്റെ എക്സ്പ്രഷനിലേക്കൊന്ന് നോക്കുക. Psi2ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. That is Psi2 is equal to C dash exponential ik2x plus d dash exponential minus ik2x. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ പഠിച്ചതാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് exponential ik2x എന്ന് പറയുന്നത് that corresponds to a wave in the positive x direction and the next part corresponds to a wave in the negative x direction, and this expression the total expression for Psi2 actually is a superposition of the two waves, one in the x direction and another one in the minus x direction. അങ്ങനെയുള്ള രണ്ട് വേവുകളുടെ സൂപ്പർപോസിഷനാണ്. പക്ഷേ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്, ഈ പാർട്ടിക്കിള് നമ്മുടെ ബാരിയർ ക്രോസ് ചെയ്തതിന് ശേഷം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. പക്ഷേ അതിന് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അത് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അതിന് മറ്റൊരു ബാരിയറിനെ ഹിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. Therefore we can consider like the particle has no reflection in the region 2 അല്ലേ. റീജിയൻ 2-ൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ഡയറക്ഷനിൽ അതൊരു വേവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പാർട്ടിനെ എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇൻ റീജിയൻ 2 ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ ദ റൈറ്റ് സൈഡ് and there is nothing to cause its reflection. Therefore we can consider d exponential minus ik2x, this second term as 0. അതായത് സെക്കൻഡ് ടേം ഇല്ല, അതായത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ അതിന് മൂവ്മെന്റ് ഇല്ല എന്നർത്ഥം. ഓക്കെ, സോ ഇഫ് ദിസ് ഈസ് ദ കേസ് then we can actually it is d dash. Okay, so if this is the case then d dash is equal to 0 ആയിരിക്കും അല്ലേ. d dash എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം Psi2ൻ്റെ എക്സ്പ്രഷൻ, ഒരു റിഫൈൻഡ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം Psi2ന് വേണ്ടി. Therefore we can write Psi2 is equal to C dash exponential ik2x എന്ന് എഴുതാം അല്ലേ. C dash exponential ik2x. That is a refined expression for Psi2. ഇനി നമ്മൾ കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി. നമ്മൾ നേരത്തെ കണ്ടിന്യൂറ്റി കണ്ടീഷൻ പറഞ്ഞു, ഞാനതുകൊണ്ട് അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ, അതായത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ഇരിക്കുന്ന സ്ഥലം അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു എൽ. ആ എക്സ് ഇസ് ഈക്വൽ ടു എല്ലിൽ Psi1 ഈസ് ഈക്വൽ ടു Psi2 ആയിരിക്കും. അതുപോലെ ഡി Psi1 ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി Psi2 ഡിവൈഡഡ് ബൈ ഡി എക്സ് ആയിരിക്കും. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി അല്ലേ. So at x is equal to L, we can write a dash exponential. Okay, I am going to write the expression for Psi1. അതാണ് ഞാൻ എഴുതുന്നത്. a dash exponential ik1x plus b dash exponential minus ik
k1x, that is expression for psi 1, that is equal to psi 2. What is psi 2? Psi 2 is c dash exponential I k2x. Okay, that is psi 1 is equal to psi 2. And d psi 1 by dx is equal to d psi 2 by dx. So we can write it like I k1 a dash exponential I k1x minus I k1 b dash exponential minus I k1x, that is equal to I k2 into c dash exponential I k2x. That is, ഇത് ഏത് കണ്ടീഷനിലാണ്? x is equal to L കണ്ടീഷനാണ്. Therefore we can substitute for x with L അല്ലേ? x ന് പകരം നമ്മൾ L എന്ന് കൊടുക്കുന്നു. Therefore we can write like a dash exponential I k1L plus b dash exponential minus I k1L is equal to c dash exponential I k2L. Okay. ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ തൊട്ടേ ഇക്വേഷൻ നമ്പർ കൊടുത്തു നോക്കാം. ഞാൻ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി 1 എന്ന് വിളിക്കുകയാണ്. Let me call this as equation number 1. And I have another equation, that is this one, the derivative equation, right? That is I k1 a dash exponential I k1L plus minus I k1 then b dash exponential minus I k1L, b dash exponential minus I k1L is equal to I k2 c dash exponential I k2L. Okay, let me call this as equation number 2. Okay, and now what I am going to do is I am going to multiply equation number 1 with I k1. Okay, so multiply equation number 1 with I k1. I k1 കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? I get a new equation, that is I k1 then a dash exponential I k1L plus I k1, okay, I k1 then b dash exponential minus I k1L, okay, is equal to I k1 into c dash exponential I k2L. Okay, so I have a new expression, new equation, that is equation number 3. So what I am going to do is now I am going to add equation number 2 with 3. Okay, equation number 2 with 3, 2 plus 3, and when I am adding 2 and 3, then I get 2I k1, let me put it here, 2I k1, 2 and 3, okay, these two equations. So I can write 2I k1 a dash exponential I k1L, then I have to add these two terms. What will happen? These two terms will cancel, right? So I can write equals the right hand side, that is I have I k1 and I can add I k1 and I k2 together, because c exponential I k2L is a common factor here. So I can write it like I k1 plus I k2, okay, I k1 plus I k2 into c dash exponential I k2L, okay,
ik2l. So from this one, I can get a expression for a dash, that is a dash is equal to, okay, a dash is equal to c dash is already here, c dash exponential I k2l, c dash exponential I k2l divided by this one, okay, exponential I k1l into what is remaining here, that is I k1 plus I k2, this one, I k1 plus I k2, okay, divided by what is coming from here, 2I k1, okay. So I can write it like 1 by 2 is coming from here, 1 by 2 into c dash exponential I k2l divided by exponential I k1l, okay, that is exponential I k2 minus k1 into l, okay, I k2 minus k1 into l, okay, that is this one, into I k1 plus I k2 divided by I k1. 2 is already here, so you don't need to consider this 2 even. So I is a common factor here, and this I in the numerator will be cancelled with the I in the denominator. So what is remaining is k1 plus k2 divided by k1. k1 plus k2 divided by k1. Okay. So this is our expression for a dash. So a dash is equal to half c dash exponential I k2 minus k1 into L into k1 plus k2 divided by k1. Again, we can, if you want, you can simplify this one like half c dash exponential I k2 minus k1 into L into k1 by k1, that is 1, that is 1 plus k2 by k1. You can write it like this also. Okay, that is the expression for a dash. So a dash is equal to half c dash exponential I k2 minus k1 into L into 1 plus k2 by k1. Okay, now what I am going to do is I am going to subtract equation number 2 from equation number 3, that is 3 minus 2, okay, 3 minus 2, equation number 3 minus equation number 2. So what I will get is first terms will be cancelled, right? 3 minus 2 means first terms will be cancelled, and what is remaining is this term minus this term. So what is that? 2I k1 b dash exponential minus k1l. Okay, that's what I am going to write there. 2I k1 b dash exponential minus I k1l that is equal to right hand side 3 minus 2, that is this one. Okay, c dash exponential I k2l is a common factor, then I k1 minus I k2. So we can write like c dash exponential, that is a common factor first. Let me write the common factor first, that is c dash exponential I k2l, that is a common factor, and what is remaining is I k1 minus I k2. Okay, so that is 3 minus 2. Therefore, from this one I can get an expression for b dash. So for b dash is equal to c dash exponential I k2l divided by exponential minus I k1l into what is remaining there, I k1 minus
ik2 divided by from here 2ik1. 2ik1. Okay. So that is equal to half is coming from here, 2 is here, right? Half, then c dash exponential I into k2 I into k2 minus k1, that is k2 plus k1. So I can write it like k1 plus k2 into L into ik1 minus ik2 divided by ik1, that is equal to k1 minus k2 divided by k1. Or I can write it like b dash is equal to half c dash exponential I into k1 plus k2 into L into 1 minus k2 divided by k1. Okay. So this is what I can write for b dash. And now we know that k1 is not equal to k2, because we already know the expression for k1 and k2, right? K1 is not equal to k2 because k1 and k2 are actually having a difference in the energy term, right? See, this is k1, this is the energy term here is E, and the energy term here is E minus V. And V is a definite potential, okay? V is having definite value. Therefore, E and E minus V are not same. Therefore, k1 square is not equal to k2 square. It means that k1 is not equal to k2. So, k1 is not equal to k2. Since k1 is not equal to k2, what we can write? If k1 is equal to k2, then k2 by k1, okay? This one, k2 by k1 will be equal to 1. If k1 is equal to k2, then k2 by k1 is equal to 1. Then 1 minus 1 will be 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ k1 ഉം k2 ഉം ഒരേ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് 0 ആയി പോകും, ഇത് 0 ആയി കഴിഞ്ഞാൽ b dash 0 ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് b dash എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. സോ b dash ഈസ് എ നോൺ സീറോ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം b dash exponential minus I k1x is a non-zero value. What is b dash exponential minus I k1x? b dash exponential minus I k1x, you can see it here in our solution. See, look at the solution for psi 1. Here we have the term b dash exponential minus I k1x. അല്ലേ, psi 1ന്റെ എക്സ്പ്രഷൻ്റെ രണ്ടാമത്തെ ടേമാണ് b dash exponential minus I k1x എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ടേം സീറോ അല്ല എന്നാണ് നമ്മൾ തെളിയിച്ചത്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷന് ഇത് രണ്ടാമത്തെ ടേമിന് എപ്പോഴും ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ടാമത്തെ ടേമിന് നോൺ സീറോ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവിനെയാണ് കാണിക്കുന്നത്, രണ്ടാമത്തേത് മൈനസ് എക്സ് ഡയറക്ഷനിലുള്ള വേവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ psi 1ന്റെ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നത് psi 1ന് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഒരു വേവ് കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ psi 1 എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലെയും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലെയും വേവിൻ്റെ സൂപ്പർ പൊസിഷനാണ് psi 1 എന്ന് പറയുന്നത്. സത്യത്തിൽ psi 1 എന്താണ്? psi 1 എന്ന് പറയുന്നത് റീജിയൻ 1ലെ വേവ് ഫംഗ്ഷനാണ് psi 1 എന്ന് പറയുന്നത്. റീജിയൻ 1ലെ വേവ് ഫംഗ്ഷനാണ് psi 1. റീജിയൻ 2ലെ വേവ് ഫംഗ്ഷനാണ് psi 2. അപ്പോൾ psi 1ന്റെ കേസിൽ, അതായത് റീജിയൻ 1ന്റെ കേസിൽ, അവിടുത്തെ റീജിയൻ 1ലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലെയും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലെയും വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പാർട്ടിക്കിൾ, ഈ ബൗണ്ടറി, ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയറിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ ഒരു വേവ് ലെങ്ത് ഉള്ളത്. അതായത് ഈ ഇവിടുത്തെ പാർട്ടിക്കിളിൻ്റെ എനർജി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുതലാണ് എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് അസംപ്ഷൻ, എനർജി ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഒരിക്കലും ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, മറിച്ച് ഇത് ഇവിടെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകും.
പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത് ബി ഡാഷ് എക്സ്പൊണൻഷ്യൽ മൈനസ് k1xന് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ട്. അതായത് ψ1ൻ്റെ മൈനസ് എക്സ് ഡയറക്ഷനിലുള്ള വേവ് കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിക്കിൾ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് പോകാതെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പാർട്ടിക്കിൾ ക്യാൻ റിഫ്ലക്റ്റ് ബാക്ക് ഈവൻ ഇഫ് E ഈസ് ഗ്രേറ്റർ ദാൻ V. ഓക്കെ, അത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ദ പാർട്ടിക്കിൾ ക്യാൻ റിഫ്ലക്റ്റ് ബാക്ക് ഞാനിത് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. പാർട്ടിക്കിൾ ക്യാൻ റിഫ്ലക്റ്റ് ബാക്ക് at x is equal to L even if E is greater than V. Okay, E is greater than V ആണെങ്കിൽ കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നൗ ഇനി നമ്മൾ ഇത് എന്തുമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തുമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ റിഫ്ലക്ഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കുക? ബിയുടെ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കുക അല്ലേ? ബി കൂടുതലാണെന്നുണ്ടെങ്കിൽ, ബിയുടെ വാല്യൂ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതായത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനുള്ള വേവ് ലെങ്തിൻ്റെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണെന്ന് അർത്ഥം. അപ്പം ഈ ബി നെഗറ്റീവ് എക്സ് ഡയറക്ഷനുള്ള വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാവും തോറും അതിൻ്റെ അർത്ഥം എന്താ? അത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് എന്തുമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ബി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. ബി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡാഷ് സ്ക്വയർ. സോ ബി ഡാഷ് ആക്ച്വലി ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, എ ഡാഷ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ റേഷ്യോ നമ്മൾ വിളിക്കുന്നത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ സാധാരണഗതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? എ ഡാഷിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ അല്ലേ? കാരണം പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതിൻ്റെ എനർജി വളരെ കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യും? ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകും. എന്നാൽ ചെറിയൊരു ശതമാനമായിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എ ഡാഷിൻ്റെ വാല്യൂ എപ്പോഴും ബി ഡാഷിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബി ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ എ ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത് <1 ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us find out b dash square by a dash square, and this is called a reflection coefficient. Reflection coefficient. Okay, reflection coefficient. അപ്പം ഈ ബി ഡാഷ് സ്ക്വയറിൻ്റെ വാല്യൂവും എ ഡാഷ് സ്ക്വയറിൻ്റെ വാല്യൂ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എന്തുമാത്രം അങ്ങോട്ട് പോകുന്നു അതിൻ്റെ അത്രയും തന്നെ എന്ത് ചെയ്യും? അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഒരു 50% അതിന് എന്ത് ചെയ്യും? അതിന് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം എന്താണ് ഈ ബി ഡാഷ് സ്ക്വയർ ബൈ എ ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡാഷ് സ്ക്വയർ ബൈ എ ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഞാൻ മോഡുലസിൻ്റെ സ്ക്വയറാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരുപക്ഷെ കോംപ്ലക്സ് ഫംഗ്ഷൻ ആകാം. എയും ബിയും ഒക്കെ കോംപ്ലക്സ് ആകാം, ഇമാജിനറി ആകാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആകാം അല്ലേ? അപ്പോൾ അത് കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ബി ഡാഷ് സ്ക്വയർ ഓഫ് ദ മോഡുലസ് ഓഫ് ബി ഡാഷ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് എഴുതണം? ബി ഡാഷ് സ്റ്റാർ എന്ന് എഴുതണം അല്ലേ? വെയർ ബി ഡാഷ് സ്റ്റാർ ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ബി ഡാഷ്. ആൻഡ് എ ഡാഷ് സ്ക്വയർ എന്നുള്ളതിന് പകരം എ ഡാഷ് സ്റ്റാർ എന്ന് എഴുതണം അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് സ്റ്റാർ ഡിവൈഡ് ബൈ എ ഡാഷ് സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കിക്കൊള്ളുക, ബി ഡാഷും എ ഡാഷും അത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻസ് ഇവിടെയുണ്ട്, ബി ഡാഷിൻ്റെ എ ഡാഷിൻ്റെ അല്ലേ? അപ്പോൾ നമ്മുടെ എ ഡാഷിൻ്റെ എക്സ്പ്രഷൻ എടുക്കുകയാണ്. അതിനകത്ത് ഐ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൂടെ പരിഗണിക്കണം.
ബി ഡാഷിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതുപോലെ എ ഡാഷിൻ്റെ എക്സ്പ്രഷൻ എന്താണ് തൊട്ട് മുകളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കുക. ഞാൻ എഴുതിയാണ്. ബി ഡാഷ് ഞാൻ ആദ്യം എഴുതുന്നു. ബി ഡാഷ് ഈസ് ഹാഫ് സി ഡാഷ്. ഈ ഹാഫ് സി ഡാഷ് എന്നുള്ളത് ബി ഡാഷിൻ്റെ കേസിലുമുണ്ട് എ ഡാഷിൻ്റെ കേസിലുമുണ്ട്. അതുകൊണ്ട് ഞാനതും ഒരുമിച്ച് എഴുതുകയാണേ. അപ്പം ഹാഫ് സി ഡാഷ് ദ ഹോൾ സ്ക്വയർ, ഹാഫ് സി ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ ബി ഡാഷിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എക്സ്പൊണൻഷ്യൽ. ഓക്കെ, അപ്പം എക്സ്പൊണൻഷ്യൽ ഐ k2 plus k1 into L അല്ലേ, k2 plus k1 into L. ഇതാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ഇനി ബി ഡാഷ് സ്റ്റാർ ആകുമ്പോഴോ, ഇത് ബി ഡാഷ് സ്റ്റാർ ആകുമ്പോൾ എക്സ്പൊണൻഷ്യൽ മൈനസ് കൊടുക്കണം അല്ലേ, മൈനസ് ഐ k2 plus k1 into L. അപ്പം എക്സ്പൊണൻഷ്യൽ ടേമിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു ഇനി എന്താണുള്ളത്, ബി ഡാഷിനും ബി ഡാഷ് സ്റ്റാറിനും പിന്നെ കോമൺ ആയിട്ടുള്ളത് എന്താണ്, k1 മൈനസ് k2 ഡിവൈഡഡ് ബൈ k1 അതാണുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമുക്ക് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ഇൻറ്റു k1 മൈനസ് k2 ഡിവൈഡഡ് ബൈ k1 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് ബി ഡാഷ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഇനി എ ഡാഷ് സ്റ്റാർ ഡിവൈഡഡ് ബൈ എ ഡാഷ് സ്റ്റാർ. അപ്പോൾ എ ഡാഷിനും എ ഡാഷ് സ്റ്റാറിനും കോമൺ ആയിട്ട് എന്തുണ്ട്, ഹാഫ് സി ഡാഷ് ഉണ്ട്. ദാറ്റ് ഈസ് ഹാഫ് സി ഡാഷ്. എ ഡാഷിനും എ ഡാഷ് സ്റ്റാറിനും കോമൺ ആയിട്ട് ഹാഫ് സി ഡാഷ് ഉണ്ട്. ഹാഫ് സി ഡാഷ് സ്ക്വയർ എക്സ്പൊണൻഷ്യൽ. ഓക്കെ, ദെൻ k2 minus k1 into L into exponential minus I k2 minus k1 into L. okay, into പിന്നെ k1 plus k2 by k1 അതാണ് എ ഡാഷിനുള്ളത് അല്ലേ. എ ഡാഷിൻ്റെ എക്സ്പ്രഷനിലേക്ക് നോക്കുക അല്ലേ, k1 plus k2 by k1 ആണുള്ളത്. k1 plus k2 by k1. So let me write k1 plus k2 divided by k1 the whole square. Okay, so ഇതെല്ലാം അങ്ങ് വെട്ടിപ്പോവും. ഇനി എക്സ്പൊണൻഷ്യൽ ഓഫ് ദിസ് ക്വാണ്ടിറ്റി, എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ദാറ്റ് ക്വാണ്ടിറ്റി, ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും അല്ലേ. ഇനി ഇതും കൂടെ വെട്ടിപ്പോവും. ഓക്കെ, അപ്പം പിന്നെ എന്താണ് ബാക്കിയുള്ളത്, ദാറ്റ് ഈസ് റിമൈനിങ്. വാട്ട് ഈസ് റിമൈനിങ് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ k1 സ്ക്വയർ രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ k1 സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് വെട്ടിപ്പിക്കുള്ളൂ. k1 സ്ക്വയർ അതും വെട്ടിപ്പിക്കുള്ളൂ. ഇത് നോക്കൂ. പിന്നെ എന്താ റിമൈൻ ചെയ്യുന്നത്, k1 മൈനസ് k2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എഴുതാം k1 minus k2 the whole square divided by k1 plus k2 the whole square. okay, ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ b dash square by a dash square is equal to k1 minus k2 the whole square divided by k1 plus k2 the whole square. okay, and that is equal to ഇതെന്താണ്, k1ഉം k2ൻ്റെ ഒക്കെ എക്സ്പ്രഷൻ നമുക്കറിയാം. k1ൻ്റെ k2ൻ്റെ എക്സ്പ്രഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എനർജി ടേമിൽ മാത്രമാണ്. k1ൻ്റെ കേസിൽ E ആണെന്നുണ്ടെങ്കിൽ k2ൻ്റെ കേസിൽ E മൈനസ് വി ആണ്, അത്രയേ ഉള്ളൂ. അപ്പം k1 മൈനസ് k2 എന്നെഴുതാം, k1ൻ്റെ കേസിൽ റൂട്ട് E എന്നെഴുതാം. ബാക്കിയെല്ലാം കോമൺ ഫാക്ടറാണ്, അപ്പോൾ അതെല്ലാം അങ്ങ് വെട്ടിപ്പോയിക്കോളൂ. ഓക്കെ, അപ്പം റൂട്ട് E മൈനസ് റൂട്ട് ഓഫ് E മൈനസ് വി, k1 ആയതുകൊണ്ടാണ് റൂട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം റൂട്ട് ഓഫ് E മൈനസ് വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് E, ഇത് സ്ക്വയർ ആണ്, ഇത് സ്ക്വയർ divided by root of E plus root of E minus V the whole square. okay, അപ്പം ഇത് നോക്കുക, ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണോ ന്യൂമറേറ്റർ ആണോ വലുത്. അപ്പോൾ റൂട്ട് E എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്.
ഇനി പൊട്ടൻഷ്യൽ എനർജി വി എന്ന് പറയുന്നതും ഒരു ഡെഫിനിറ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇ മൈനസ് വി എന്ന് പറയുന്നത് മറ്റൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. കാരണം ഇ ഗ്രേറ്റർ ദാൻ വി ആണ് ഈ കേസിൽ. അപ്പോൾ ഇ മൈനസ് വി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയോട് മറ്റൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിരിക്കുകയാണ് ഡിനോമിനേറ്റർ. എന്നാൽ ന്യൂമറേറ്ററിലോ ഇവിടുത്തെ പോസിറ്റീവ് ക്വാണ്ടിറ്റിയിൽ നിന്നും ഒരു ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി സബ്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. therefore ന്യൂമറേറ്റർ വിൽ ബി ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് വാല്യൂ is always less than 1. so this is less than 1. okay, this is less than 1. അതിൻ്റെ അർത്ഥം എന്താണ്? the reflection coefficient is less than 1. reflection coefficient is less than 1. reflection coefficient എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ് നമ്മളുടെ കേസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വന്നിരുന്നുവെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ? ഇതിൻ്റെ വാല്യൂ, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ 1 ആയിട്ട് കിട്ടിയേനെ. പക്ഷേ ഇവിടെ ലെസ് ദാൻ 1 ആയിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തില്ല, ഒരു പോർഷൻ പെനിട്രേറ്റ് ചെയ്യും, മറ്റൊരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? സോ ദ പ്രോബബിലിറ്റി ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഈ കേസിലെ പ്രോബബിലിറ്റി ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എങ്ങനെ നോക്കാം? ബി ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത് എ ഡാഷ് സ്ക്വയറിനേക്കാൾ എന്താണ്? കുറവാണെന്നാണ് നമ്മളിപ്പം തെളിയിച്ചിരിക്കുന്നത് അല്ലേ? ബി ഡാഷ് സ്ക്വയർ ഈസ് ലെസ് ദാൻ എ ഡാഷ് സ്ക്വയർ എന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. ബി ഡാഷ് സ്ക്വയർ ഈസ് ലെസ് ദാൻ എ ഡാഷ് സ്ക്വയർ, ഓർ ഇൻ അതർ വേർഡ്സ് ബി ഡാഷ് ഈസ് ലെസ് ദാൻ എ ഡാഷ്. ബി ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഡാഷ് എ ഡാഷിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു അങ്ങോട്ട് പോകുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നതിൻ്റെ അത്രയും ഇത് വരത്തില്ല. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നതിനെയാണ് എ ഡാഷ് സൂചിപ്പിക്കുന്നത് അല്ലേ? എ ഡാഷ് കറസ്പോണ്ട്സ് ടു ദ മൂവ്മെൻറ്റ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇൻ ദ റീജിയൻ 1 ആൻഡ് ബി ഡാഷ് കറസ്പോണ്ട്സ് ടു ദ മൂവ്മെൻറ്റ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനുള്ള വേവിനെയാണ് ബി ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബി ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ അത്രയും തന്നെ തിരിച്ചിങ്ങോട്ട് വരത്തില്ല അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? the probability of a reflection is less than the probability of a penetration എന്നാണ് അർത്ഥം. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്നതിനേക്കാൾ കുറവാണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സിമ്പിൾ കേസ് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് റിഫ്ലക്ഷൻ ഫോർ എ പാർട്ടിക്കിൾ ഹൂസ് എനർജി ഈസ് ഡബിൾ ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു പാർട്ടിക്കിൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ബാരിയറിൻ്റെ ഡബിളാണ് എന്ന് പറഞ്ഞാൽ E = 2V ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡാഷ് സ്ക്വയർ നമുക്ക് നോക്കാം. എ ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് E മൈനസ് റൂട്ട് ഓഫ് E മൈനസ് വി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് E പ്ലസ് റൂട്ട് ഓഫ് E മൈനസ് വി ദ ഹോൾ സ്ക്വയർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so that is equal to root of E എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2V എന്ന് എഴുതാം. 2V മൈനസ് റൂട്ട് ഓഫ് E മൈനസ് വി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇവിടുത്തെ E എന്ന് പറയുന്നത് 2V ആണ്. അപ്പം 2V മൈനസ് വി എന്ന് എഴുതാം അല്ലേ? 2V മൈനസ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് V the whole square divided by root of 2V plus root of V the whole square. Okay, but that is equal to root of 2V minus root of V. അപ്പോൾ റൂട്ട് വി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ് ഈ കേസിലെല്ലാം. അപ്പോൾ ഇവിടെ റൂട്ട് വി കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ ഈ കോമൺ ഫാക്ടർ എല്ലാം കൂടെ അങ്ങ് വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ള എന്താണ്? റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. രണ്ടിൻ്റെയും സ്ക്വയർ ഉണ്ട്, സ്ക്വയർ. So that is equal to root 2 എന്ന് പറയുന്നത് എന്താണ്? root 2 is equal to 1.414 ആണ് root 2. So we can write like 1.414 minus 1, that is equal to 0.4414 square divided by root 2 plus 1, that is 2.414.
right? 2.414 square. So if we are calculating this one, then we get around 0.029. Okay, that is a reflection coefficient. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എത്ര കിട്ടും? ഏതാണ്ട് 2.9%. ദാറ്റ് ഈസ് ഇക്വലൻ ടു 2.9%. അപ്പോൾ ഇവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാൻ 2.9% മാത്രം. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒരു ലാർജ് മെജോറിറ്റി എന്ന് പറയുന്നത് ടൈംസും അതെന്ത് ചെയ്യുന്നു? പെനിട്രേറ്റ് ചെയ്യുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ 100 പ്രാവശ്യം ഒബ്സർവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ സിസ്റ്റത്തെ, ഇങ്ങനെ ഒരു സിസ്റ്റത്തെ നിങ്ങൾ 100 പ്രാവശ്യം ഒബ്സർവ് ചെയ്യുന്നു. 97 പ്രാവശ്യവും നിങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, നിങ്ങൾ 100 തവണ ഇതിനെ ഒബ്സർവ് ചെയ്യുകയാണ്. 97 തവണയും നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? ഈ പാർട്ടിക്കിൾ പെനിട്രേറ്റ് ചെയ്തു പോകും. പക്ഷെ നിങ്ങൾ 3 തവണ കാണുന്നത്, അതായത് 2.9 എന്ന് പറയാൻ 3 തവണ കാണുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. എന്നാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്, കേട്ടോ. അപ്പോൾ 3% അതിൻ്റെ റിഫ്ലക്ഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ പാർട്ടിക്കിൾ 100% പെനിട്രേറ്റ് ചെയ്ത് പോകും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കാണുന്നത് എന്താണ്? ഇല്ല, ഇവിടെ ഒരു വലിയ ശതമാനം പെനിട്രേറ്റ് ചെയ്ത് പോകും, ചെറിയ ശതമാനം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് അതിൻ്റെ എനർജിയെ ആശ്രയിച്ചിരിക്കുകയാണ്, അതുപോലെ പൊട്ടൻഷ്യൽ ബാരിയറിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആശ്രയിച്ചിരിക്കുന്നു, മറ്റൊന്ന് അതായത് പാർട്ടിക്കിളിൻ്റെ എനർജി ഇയെ ആശ്രയിച്ചിരിക്കുന്നു, മറ്റൊന്ന് പൊട്ടൻഷ്യൽ ബാരിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ എനർജിയും പൊട്ടൻഷ്യൽ ബാരിയറിനും അതിനെ ആശ്രയിച്ച് അതിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ certain percentage will reflect back and certain percentage will penetrate. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം കണ്ട കേസ് ഇ എന്ന് പറയുന്നത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ ആയിരുന്ന കേസ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ അത് പെനിട്രേറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ കണ്ടത് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 100% അത് പെനിട്രേറ്റ് ചെയ്ത് പോകും. പക്ഷേ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കണ്ടത് എന്താണ്? അത് പെനിട്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് when we are going to the world of the microscopic particles, the things are different that we can say in the macroscopic world. അപ്പോൾ മൈക്രോസ്കോപ്പിക് വേൾഡിൽ ചെല്ലുമ്പോൾ മാക്രോസ്കോപ്പിക് വേൾഡിലെ നിയമങ്ങളൊന്നും അല്ല അവിടെ ഫോളോ ചെയ്യപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണ് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ. Okay, I will try to answer your questions, and thank you for watching, and stay tuned.